നമ്മുടെ എമന്റ് എഡ്യൂക്കെയറിൽ കുട്ടികൾക്കായിട്ട് ഓഫർ ചെയ്യുന്ന ഹോളിസ്റ്റിക് ട്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ സ്റ്റേജസ് അനുസരിച്ചിട്ട് നമ്മൾ കുട്ടികളെ പല കാറ്റഗറീസ് ആയിട്ട് തിരിക്കുകയാണ്. അതായത് നമ്മൾ LP, UP, ഹൈസ്കൂൾ എന്ന് പറയുന്നത് പോലെ ബ്രെയിൻ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് നമ്മളിപ്പോ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലുള്ള കുട്ടികളെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അങ്ങനെ ബ്രെയിൻ ഡെവലപ്മെന്റ് സ്റ്റേജസ് അനുസരിച്ചിട്ട് കുട്ടികളെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. ഒരു കുട്ടി എമന്റ് എഡ്യൂക്കെയറിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ കുട്ടിക്ക് ആ വർഷത്തെ കംപ്ലീറ്റ് അക്കാഡമിക് പോർഷൻ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ലൈവ് ക്ലാസ്സസ് ആയിട്ട് സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സസ് ഉണ്ടാകും, ബിഹേവിയറൽ ടിപ്സ് ക്ലാസ്സസ് ഉണ്ടാകും, അവരുടെ ഓരോ കഴിവുകളെയും എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് തന്നെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫിൻലൻഡ് മോഡലായിട്ടുള്ള ഹോളിസ്റ്റിക് എഡ്യൂക്കേഷന്റെ ഒരു പരിധി തന്നെയാണ് നമ്മൾ എമന്റ് എഡ്യൂക്കെയറിൽ ഫോളോ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അഡ്മിഷൻസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.